Hi students, in this section we are going to discuss problem related to mean and variance of a continuous random variable. Then the question is, a continuous random variable x has the PDF probability density function f of x equal to 1 by 5 times e raised to minus x by 5 when x greater than 0 and equal to 0 otherwise. Then find first one p of x greater than 5, second one p of 3 less than or equal to x less than or equal to 6, then the third one mean of x, then the fourth one variance of x. A continuous random variable has the PDF f of x equal to 1 by 5 times e raised to minus x by 5 when x greater than 0 and equal to 0 otherwise. Then find p of x greater than 5, second one p of x 3 less than or equal to x less than or equal to 6, then third one mean of x, and the fourth one is variance of x. Then എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഫസ്റ്റ് വൺ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഗിവൺ കണ്ടീഷൻ എടുത്തെഴുതാണ്. ഗിവൺ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പി ഡി എഫ് നമ്മൾ എടുത്തെഴുതാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 by 5 ടൈംസ് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ 5 വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 0 ഈക്വൽ ടു 0 അതർവൈസ്. തന്നിരിക്കുന്ന കണ്ടീഷൻ അതേപടി എടുത്തെഴുതി. ദെൻ ഫസ്റ്റ് വൺ കാൽക്കുലേറ്റ് ചെയ്യാം. ദറ്റ് ഈസ് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 5. വട്ട് ഈസ് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 5? എക്സ് 5ലും കൂടാനുള്ള പ്രോബബിലിറ്റി അല്ലേ ചോദിച്ചത്. ദറ്റ് ഈസ് ഇൻ്റഗ്രൽ 5 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് വരും അല്ലേ. നമ്മൾ ഡെഫിനേഷനൊക്കെ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് ഈസ് ഇൻ്റഗ്രൽ 5 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ്. സപ്പോസ് പി ഓഫ് എക്സ് ലെസ് ദാൻ 5 ആണെങ്കിലോ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 5 എഫ് ഓഫ് എക്സ് ഡി എക്സ് വന്നേനെ അല്ലേ. അപ്പോൾ 5 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് വരിക. ദാറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 5 to ഇൻഫിനിറ്റി 5 മുതൽ, അതായത് പോസിറ്റീവ് വാല്യൂസ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവുന്ന കേസിലെല്ലാം എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 by 5 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് റേസ് ടു 5 അല്ലേ. അപ്പോൾ നമുക്ക് ആ ഫംഗ്ഷൻ കൊടുക്കാം. എഫ് ഓഫ് എക്സ് ഈസ് 1 by 5 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ബൈ 5 ഇൻറ്റു ഡി എക്സ്. ദാറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് കോൺസ്റ്റൻറ്റിനെ ഔട്ട് സൈഡിലേക്ക് എടുക്കാം. 1 by 5 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ബൈ 5ൻ്റെ ഇൻ്റർവൽ എന്ത് വരും? ദറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ 5 ഡിവൈഡഡ് ബൈ മൈനസ് 1 by 5 ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് 5 to ഇൻഫിനിറ്റി. That's equal to, നോക്കിക്കേ, here we have 1 by 5, then denominator ഒരു 1 by 5 ഉണ്ട്. Then cancelling those terms, then taking the minus outside, minus of this minus of എന്ത് വരും? e raised to minus x by 5 between the limits 5 to infinity. That's equal to, അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ വരുന്നത്? എക്സിന് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ e raised to minus ഇൻഫിനിറ്റി മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ e raised to minus 5 by 5 അല്ലേ വരിക അല്ലേ. ഇൻഫിനിറ്റി ബൈ 5 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി തന്നെയാണ്. ദെൻ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ദറ്റ് ഈസ് ലോവർ ലിമിറ്റ് വരുന്നത് 5 അല്ലേ. അപ്പോൾ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വരുന്നത് ഇ റേസ് ടു മൈനസ് 5 by 5. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് ഓഫ് വട്ട് ഈസ് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി? ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ഈസ് 1 by ഇ റേസ് ടു ഇൻഫിനിറ്റി. ദെൻ വട്ട് ഈസ് ഇ റേസ് ടു ഇൻഫിനിറ്റി? ദറ്റ് ഈസ് 1 by ഇ റേസ് ടു ഇൻഫിനിറ്റി ഈസ് ഇൻഫിനിറ്റി ആണ് വരിക. അപ്പോൾ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റിയുടെ വാല്യൂ വരിക 1 by ഇൻഫിനിറ്റി. ദാറ്റ്സ് ഈക്വൽ ടു 0 വരും. അപ്പം ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് 0 മൈനസ് ഇ റേസ് ടു മൈനസ് 5 by 5 എന്ത് വരും? ഇ റേസ് ടു മൈനസ് 1. ദാറ്റ്സ് ഈക്വൽ ടു, നോക്കി, ഈ മൈനസോടെ പ്ലസ് ആക്കാലോ. ദറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് 1. ദാറ്റ്സ് ഈക്വൽ ടു 1 by ഇ എന്ന് എഴുതാം അല്ലേ. ഇ റേസ് ടു മൈനസ് 1 ക്യാൻ ബി റിട്ടൺ ആസ് 1 by ഇ. ദാറ്റ്സ് ഈക്വൽ ടു ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 0.3679 ആണ്. കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് ഇവാലുവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 1 by ഇ എന്നുള്ള വാല്യൂ എഴുതി വയ്ക്കുക. ഓക്കെ, അപ്പം ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 5 ആവുന്ന കേസ്. സെക്കൻഡ് വൺ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം? പ്രോബബിലിറ്റി ഓഫ് സെക്കൻഡ് പാർട്ടിൽ ചെയ്യേണ്ടത് പ്രോബബിലിറ്റി ഓഫ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും? ബൈ ഡെഫിനേഷൻ ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 3 to 6 എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതാണ് നമ്മുടെ ഡെഫിനേഷൻ വരുന്നത്. That's equal to integral 3 to 6 f of x is minus 1 by 5 into അല്ലേ. പോസിറ്റീവ് ആവുന്ന കേസിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ? 1 by 5 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ബൈ 5 ഡി എക്സ് അല്ല ഈ ഇൻ്റർവെല്ല്. ദാറ്റ്സ് ഈക്വൽ ടു 1 by 5 ഇൻറ്റു
ഇ റേസ് ടു മൈനസ് എക്സ് ബൈ ഫൈവിൻ്റെ ഇൻ്റഗ്രൽ എന്ത് വരും? ഇ റേസ് ടു മൈനസ് എക്സ് ബൈ ഫൈവ് ഡിവൈഡഡ് ബൈ മൈനസ് 1/5 between the limits 3 to 6, right? Then that's equal to നമുക്ക് ഈ 1/5 1/5 ക്യാൻസൽ ചെയ്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ മൈനസിന് ഔട്ട് സൈഡിലേക്ക് എടുക്കാം അല്ലേ? മൈനസ് ഓഫ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ വരുന്നത് നോക്കി? അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇ റേസ് ടു മൈനസ് 6/5 മൈനസ് എക്സിന് 3 കൊടുക്കുമ്പോൾ ഇ റേസ് ടു മൈനസ് 3/5. ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് അകത്തേക്ക് വേണമെങ്കിൽ മൈനസിനെ മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈൻ പ്ലസ് ആവും, ഇത് മൈനസ് ആവും. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇ റേസ് ടു മൈനസ് 3/5 മൈനസ് ഇ റേസ് ടു മൈനസ് 6/5. ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ദസ് ഇസ് ഈക്വൽ ടു വാല്യൂ നമുക്ക് കിട്ടുന്നത് 0.2476. ദിസ് ഇസ് ദ വാല്യൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മീൻ ആണ് അല്ലേ? mean is also denoted by expectation of x. Then what is expectation of x? Expectation of x is integral minus infinity to infinity x into f of x dx, right? Then നോക്കിക്കേ, ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് പറഞ്ഞിരിക്കുന്ന ഇൻ്റർവെൽ, അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ അല്ലേ, ഫംഗ്ഷൻ്റെ വാല്യൂ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ 1/5 ഇൻറ്റു ഇ റേസ് ടു മൈനസ് x/5 ആണെന്ന് പറഞ്ഞു. അല്ലാത്ത കേസിൽ 0 ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഇൻ്റർവെല്ലിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 0 അല്ലേ, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാലോ. ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 0 എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ദാറ്റ്സ് ഈക്വൽ ടു നോക്കി 0 മുതൽ പോസിറ്റീവ് നമ്പേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എഫ് ഓഫ് എക്സ് വാല്യൂ തന്നിട്ടുണ്ട് 1/5 ഇൻറ്റു ഇ റേസ് ടു മൈനസ് x/5 എന്നുള്ള വാല്യൂ തന്നിട്ടുണ്ട്. ലെസ് ദാൻ 0 അതർവൈസ് ആണെങ്കിലോ 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ് വരുന്നത്. അപ്പോൾ ദിസ് ഇൻ്റഗ്രൽ ക്യാൻ ബി ഈക്വൽ ടു എന്തായിരിക്കും? ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്, എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ദെൻ ദാറ്റ്സ് ഈക്വൽ ടു അത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് വാല്യൂ കൊടുക്കാം അല്ലേ, ഫംഗ്ഷന് വാല്യൂ കൊടുക്കാം. ദാറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് x/5 ഡിവൈഡഡ് ബൈ ഇൻറ്റു 1/5 അല്ലേ, ഇൻറ്റു 1/5 ഓ ഇ റേസ് ടു മൈനസ് x/5 ഡിവൈഡ് ബൈ 5 എന്ന് വേണമെങ്കിൽ എഴുതാം, ഇൻറ്റു ഡി എക്സ്. ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും? 1/5നെ നമുക്ക് ഔട്ട് സൈഡിലേക്ക് എടുക്കാം അല്ലേ. ദെൻ ഇൻ്റഗ്രേഷൻ ചെയ്യാനായിട്ട് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് x/5 ഉണ്ട്. അപ്പം നമുക്കത് ചെയ്യാനായിട്ട് നമ്മളൊരു ജനറലൈസ്ഡ് യു വി റൂൾ പറഞ്ഞിരുന്നു നേരത്തെ ഒരു ക്ലാസ്സിൽ. എന്തായിരുന്നു? ഇൻ്റഗ്രൽ യു വി ഡി എക്സ്. അതിൽ ഒരു ഫംഗ്ഷൻ എക്സിൻ്റെ യു എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിൻ്റെ പവേഴ്സായിട്ടാണ് വരുന്നതെങ്കിൽ ഇൻ്റഗ്രൽ യു വി ഡി എക്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് മൈനസ് എന്ത് വരും? ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ്റെ വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുക പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഇൻറ്റു തേർഡ് ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻ്റെ തേർഡ് ഡെറിവേറ്റീവ് എടുക്കുക, ദാറ്റ് ഇൻറ്റു ഫോർത്ത് ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് എക്സെട്ര. ഓൾട്ടർനേറ്റീവ് പ്ലസ്സും മൈനസും ഇട്ട് ഇതേ രീതി പ്രൊസീഡ് ചെയ്യുക. കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ഫംഗ്ഷൻ യു ഇസ് എ പവർ ഓഫ് എക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറേ ടൈം കഴിയുമ്പോഴത്തേക്കും ഡെറിവേറ്റീവ് എന്തായി പൊക്കോളും? 0 ആയി പൊക്കോളും അല്ലേ. അപ്പം നമുക്കിത് നോക്കുമ്പോൾ എന്ത് വരും? 1/5 ഇൻറ്റു കോൺസ്റ്റൻറ്റിൻ്റെ ഔട്ട് സൈഡ് എടുത്തു. ദെൻ ഫസ്റ്റ് ഫംഗ്ഷൻ ഏതെടുക്കുക? എക്സ് എടുക്കുക. എക്സ് ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ്, ദറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് x/5 ഡിവൈഡഡ് ബൈ മൈനസ് 1/5 വരും അല്ലേ. ഇ റേസ് ടു മൈനസ് x/5 ഡിവൈഡ് ബൈ ഈ മൈനസ് x/5ൻ്റെ ഇൻ്റഗ്രൽ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ദറ്റ് ഈസ് മൈനസ് 1/5 മൈനസ് ഓൾട്ടർനേറ്റീവ് പ്ലസ് മൈനസ് ആണ്. ഇനി എന്ത് ചെയ്യുക? ഇതിൻ്റെ ഡെറിവേറ്റീവ് ദറ്റ് ഈസ് 1 ഇൻറ്റു ഇതിൻ്റെ ഇൻ്റഗ്രൽ വേണം അല്ലേ. ഇതിൻ്റെ ഇൻ്റഗ്രൽ വരുമ്പോഴത്തേക്ക് എന്ത് വരും? ഇ റേസ് ടു മൈനസ് x/5ൻ്റെ ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് x/5 വരും. ദാറ്റ് ഡിവൈഡഡ് ബൈ മൈനസ് 1/5 ഓൾറെഡി വരുന്നുണ്ട്. ദെൻ ഇവിടെ ഡെറിവേറ്റീവ് എടുക്കും, ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ മൈനസ് 1/5 ഡിനോമിനേറ്റർ വരില്ല, ദറ്റ് ഈസ് 1/25 വരും. ക്ലിയർ ആണല്ലോ അല്ലേ. അതായത് ഓൾറെഡി ഇ റേസ് ടു മൈനസ് x/5 ഡിവൈഡ് ബൈ മൈനസ് 1/5 ആണ് ഇവിടെ കിടക്കുന്നത്. ദെൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു, അതവിടെ നിന്നു. ദെൻ ഇതിൻ്റെ ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് x/5 ഡിവൈഡ് ബൈ മൈനസ് 1/5 എഴുതുമ്പോൾ എന്ത് വരും? മൈനസ് 1/5 ഓൾറെഡി ഡിനോമിനേറ്റർ കിടപ്പുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ എന്താ വരുന്നത്? ഇ റേസ് ടു മൈനസ് x/5 ഡിവൈഡഡ് ബൈ മൈനസ് 1/5 വരും. ആ മൈനസ് 1/5 ഓൾറെഡി ഉണ്ടായിരുന്ന മൈനസ് 1/5 കൂടി എന്താവും? 1/25 ആവും. ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. ദാറ്റ്സ് ഈക്വൽ ടു 1/5 ഇൻറ്റു നോക്കിക്കേ, ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റിയാണ് വരുന്നത് അല്ലേ. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്തായി പൊക്കോളും? 0 ആവും. മൈനസ് ഇവിടെയും എന്താവും? സെക്കൻഡ് ടൈമിൽ കൊടുക്കുമ്പോഴും എന്താവും? 0 ആവും.
മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ലോവർ ലിമിറ്റ് 0 ആണ്. 0 എടുക്കുമ്പോൾ ഈ ടൈം എന്താവും? ഇപ്പോൾ 0 ആവും. ദെൻ ഈ ടൈം എന്താവും? e⁻0, ദറ്റ് ഈസ് 1 ആവും അല്ലേ. ദെൻ ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. ഓക്കെ, നമുക്ക് അതിനെ മൈനസ് ആയിട്ട് തന്നെ എഴുതാം. മൈനസ് എന്ത് വരും? e⁻0, ദറ്റ് ഈസ് 1 ആവും. 1 ഡിവൈഡഡ് ബൈ 1/25, ദറ്റ് ഈസ് 25 എഴുതാലോ. ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും? 1/5 ഇൻറ്റു 25 പ്ലസ് 25 ആവത്തില്ലേ? മൈനസ് മൈനസ് പ്ലസ് 25 ആവില്ലേ? ദാറ്റ്സ് ഈക്വൽ ടു 5. ദിസ് ഇസ് ദ മീൻ വാല്യൂ. മീൻ expectation of x, mean equal to expectation of x equal to we get 5. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യമേ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. വാട്ട് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഈസ് ആക്ച്വലി ഇൻ്റഗ്രൽ -∞ to ∞ x square into f of x dx. ദിസ് ഇസ് ദ ഫോർമുല. നേരത്തെ പോലെ തന്നെ നമുക്ക് ഇൻ്റർവെല്ലിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? പോസിറ്റീവായിട്ട് എക്സ് ഗ്രേറ്റർ ദാൻ 0യും അതർവൈസ് ഉള്ള കേസും ഉണ്ടല്ലേ. അപ്പം നമുക്ക് ഈ ഇൻ്റർവെല്ലിനെ ഇൻ്റഗ്രൽ -∞ to 0 x square f of x dx പ്ലസ് ഇൻ്റഗ്രൽ 0 to ∞ x square into f of x dx എന്ന് എഴുതാലോ. ദാറ്റ്സ് ഈക്വൽ ടു ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്തായിപ്പോൾ? 0 ആയിപ്പോൾ അല്ലേ. എക്സ് പോസിറ്റീവ് ആവുന്ന കേസിൽ മാത്രമല്ലേ നമുക്ക് വാല്യൂ വരുന്നുള്ളൂ. അപ്പം ഈ ഇൻ്റഗ്രൽ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ദാറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ∞ x square into f of x dx. ഇത് വാല്യൂറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഫംഗ്ഷന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. അപ്പം ഫംഗ്ഷന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ∞ x square into what is f of x in this interval? x greater than 0 എന്ന കേസിൽ 1/5 into e⁻x/5 dx. ദാറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് നേരത്തെ പോലെ തന്നെ കോൺസ്റ്റൻറ്റിനെ ഔട്ട് സൈഡിലേക്ക് എഴുതാം അല്ലേ. കോൺസ്റ്റൻറ്റിനെ ഔട്ട് സൈഡിലേക്ക് എഴുതിയാൽ 1/5 ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ x square ഇൻറ്റു ഇതിൻ്റെ ഇൻ്റഗ്രൽ ദാറ്റ് ഈസ് e⁻x/5 ഡിവൈഡഡ് ബൈ -1/5 മൈനസ് ഓൾട്ടർനേറ്റീവ് പ്ലസ് മൈനസ് അല്ലേ വരണ്ടേ. അടുത്ത് x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് 2x ഇൻറ്റു ഇതിൻ്റെ ഇൻ്റഗ്രൽ വേണം ദാറ്റ് ഈസ് e⁻x/5 ഡിവൈഡഡ് ബൈ -1/5 ഇൻറ്റു -1/5 എന്ത് വരും? 1/25 വരും അല്ലേ. പ്ലസ് 2xൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? ദാറ്റ് ഈസ് 2 ഇൻറ്റു ഇതിൻ്റെ ഇൻ്റഗ്രൽ വേണം. അപ്പോൾ എന്ത് വരും? e⁻x/5 ഡിവൈഡഡ് ബൈ ഇവിടെ 1/25 ഓൾറെഡി ഉണ്ട്, അത് ഇൻറ്റു -1/25 വരും അല്ലേ. ദാറ്റ് ഈസ് -1/125 ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് 0 to ∞. ദാറ്റ്സ് ഈക്വൽ ടു അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കാവേ. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുമ്പോൾ നോക്കി നേരത്തെ പോലെ തന്നെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇൻഫിനിറ്റി e⁻∞ എന്തായിപ്പോഴും ദറ്റ് ഈസ് 0. ഇവിടെ എന്തായിപ്പോൾ? e⁻∞ 0. ഇവിടെ എന്തായിപ്പോൾ? 0. അപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുക്കുന്ന കാര്യം ക്ലിയറായി 0. ദെൻ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നോക്കി ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ ടൈം ഉണ്ട്. ഇതെന്തായിപ്പോൾ? 0. ഈ ടൈം എന്തായിപ്പോൾ? -0. ദെൻ നോക്കി ഈ ടൈം എന്തായിപ്പോൾ? നോക്കി ഇവിടെ നമുക്കൊരു 2 ഉണ്ട്. ദെൻ ഇവിടെ ഒരു മൈനസ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ മൈനസിനെ പുറത്തേക്ക് എടുക്കണേ. -2 ഇൻറ്റു ഈ 125 1/125നെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. അപ്പം 125 ഇൻറ്റു എന്ത് വരും? e⁻0 കൊടുക്കണം അല്ലേ. e⁻0 ഈസ് 1 വരും. ദാറ്റ്സ് ഈക്വൽ ടു എന്താ വരുന്നത് നോക്കി? 1/5 ഇൻറ്റു ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, പ്ലസ് ആവും അല്ലേ. 125 ഇൻറ്റു 2 എന്ത് വരും? ദറ്റ് ഈസ് 250. ദാറ്റ്സ് ഈക്വൽ ടു 250 ഡിവൈഡഡ് ബൈ 5 എന്താ വരുന്നത്? 250 ഡിവൈഡഡ് ബൈ 5 ഈസ് 50. അപ്പോൾ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ കിട്ടിയെന്ന് കിട്ടി. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 50. ദെയർഫോർ വേരിയൻസ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഈസ് 50 മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തല്ലോ. എന്തായിരുന്നു എക്സ്പെക്ടേഷൻ ഓഫ് എക്സിൻ്റെ വാല്യൂ കിട്ടുക? ഇറ്റ് ഈസ് 5 ആണ് കിട്ടുന്നത് അല്ലേ. അപ്പം 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ 50 മൈനസ് 5 സ്ക്വയർ. That's equal to 50 minus 5 square is 25 equal to 25. This is the variance of x. അപ്പം ഇങ്ങനെയാണ് നമ്മൾ മീനും വേരിയൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? എനിവേ താങ്ക് യു.